യജമാൻ അയ്യങ്കാളി ജന്മവാർഷിക ദിനം വിപുലമായി ആഘോഷിച്ചു DHRM കേരള. പത്തനംതിട്ട ബുദ്ധ പഗോഡയിൽ നടന്ന വരുമഴി മഹോത്സവത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരമെഴുതി അറിവിന്റെ ലോകത്തേക്ക് കടന്നു. ദളിത് ജനതയുടെ അഭിമാനവും സാംസ്കാരിക നവോത്ഥാന കേരളത്തിന്റെ സ്ഥാപകനുമായ യജമാൻ അയ്യങ്കാളിയുടെ 161ാമത് ജന്മവാർഷിക ദിനാഘോഷം DHRM കേരളയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വരമഴി മഹോത്സവമായി കൊണ്ടാടിയ ജന്മവാർഷിക ആഘോഷത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരമെഴുതി അറിവിന്റെ ലോകത്തേക്ക് കടന്നു. പാലി ഭാഷയിൽ അറിവിനെ നമിക്കുന്നു എന്നർത്ഥം വരുന്ന നമോ തത് ചിന്നതമ എന്ന വാക്യമാണ് കുരുന്നുകൾ കുറിച്ചത്. പത്തനംതിട്ട കൊടുമൺ മംഗലംകുന്ന് ബുദ്ധ പഗോഡയിൽ നടന്ന ചടങ്ങുകൾക്ക് വന്ദേജി ധമ്മമിത്ര മുഖ്യ കാർമ്മികത്വം നൽകി. രാവിലെ 7:30ഓടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം DSS കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരിവേടകം ഉദ്ഘാടനം ചെയ്തു. കോടതിയെ ഉപയോഗപ്പെടുത്തി ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളെ എതിർക്കുമെന്ന് രേഷ്മ കരിവേടകം പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ ദളിത് വിരുദ്ധ നയങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു. DHRM കേരള സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം അധ്യക്ഷത വഹിച്ചു. പഞ്ചമി പഠനസഹായ പദ്ധതിയുടെ 3ാം ഘട്ട വിതരണ ഉദ്ഘാടനം സെൻട്രൽ സെക്രട്ടറി അംഗങ്ങളായ സിന്ധു പത്തനാപുരം, ഷൺമുഖം പരവൂർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ നാഷണൽ ഓപ്പൺ സ്കൂളിൽ നിന്നും 10ാം തരത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. DHRM കേരള സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു സ്വാഗതവും സംസ്ഥാന ട്രഷറർ സുരേഷ് കൊടുമൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് മാധവൻ കൊട്ടോടി നയിച്ച കാസർഗോഡ് കുമർ ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് മോദി വിഷൻ.